ഇലക്ട്രിക് കാർസ് നമ്മുടെ ഫ്യൂച്ചറാണോ? എന്ത് ചോദ്യമല്ലേ. എക്കോ ഫ്രണ്ട്ലി ആണ്, കാർബൺ എമിഷൻസ് കുറവ്, പിന്നെ നമുക്ക് ഫോസിൽ ഫ്യൂൽ യൂസ് ചെയ്യേണ്ട, എന്തായാലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് മൂവ്മെൻറ്റ് തന്നെയാണ്. അത് അങ്ങനെയാണോ എന്ന് ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പം നമ്മൾ 3 കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ ഡിസൈനിനെ കുറിച്ച് പറയാം. ഡിസൈൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് കാർ ഒരു ഫ്യൂച്ചർ ആണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ അതിൽ പരീക്ഷിക്കുന്നില്ല? ഒരു 5 വർഷമായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ തന്നെ എഞ്ചിൻ എടുത്ത് മാറ്റിയിട്ട് ഇലക്ട്രിക് മോട്ടോർ വെക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ഇലക്ട്രിഫിക്കേഷനായിട്ട് ഒരു പുതിയ ഡിസൈന് ഇതുവരെ ഇല്ല. അപ്കമിങ് ആയിട്ട് കുറേ വന്ന് കിടപ്പുണ്ട്, ഇതുവരെ അങ്ങോട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. അതേസമയം ഗ്ലോബൽ മാനുഫാക്ചേഴ്സ് കുറേ കൂടെ പുതിയ മോഡൽസ് ഇറക്കുന്നുണ്ട്. ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് കുറച്ചുകൂടെ പഴയ മോഡൽ തന്നെയാണ് ഇപ്പോഴും അവർ റണ്ണിങ് ആയിട്ട് കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം പറയുവാണെങ്കിൽ ടാറ്റയുടെ നെക്സോൺ, ആൾട്രോസ്, പിന്നെ MGയുടെ ഇസഡസ് EV. അത് ടാറ്റ അവരുടെ വണ്ടി അങ്ങനെ തന്നെ എടുത്ത് ഇറക്കിയെങ്കിൽ MG അവരുടെ ഇസഡസ് എന്ന് പറയുന്ന മോഡൽ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ലെല്ലാം കൂടി എടുത്ത് കളഞ്ഞ് ബോഡി കളറാക്കിയിട്ട് നല്ല വൃത്തികേടായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതിപ്പം അവരുടെ അപ്കമിങ് മോഡൽ 2022 എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ലോഞ്ച് ചെയ്തതിൻ്റെ അകത്ത് ആ ഗ്രില്ലൊക്കെ വെച്ച് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ അത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ വോൾവോയും XC40യുടെ ഇലക്ട്രിക് ഇറക്കിയപ്പോഴും ഫ്രണ്ടിലത്തെ ഗ്രില്ല് എടുത്ത് കളഞ്ഞു. എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി ആ ഗ്രില്ലുള്ളതിനോടാണ് ഇഷ്ടം. അതിപ്പോൾ ഫേക്കായിട്ട് അവിടെ വെച്ചാലും അതുള്ളതിൻ്റെ ഒരു ഭംഗി അതങ്ങനെ തന്നെയാണ്. ഇപ്പം ഡിസൈൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാർ നമുക്ക് ആവശ്യമാണോ? കാരണം എല്ലാവരും ഇലക്ട്രിക് കാർ മേടിക്കുന്ന ഫോസിൽ ഫ്യൂൽ യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ട്രിക് കാർ മേടിക്കുന്നത്. അത് ശരിയാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ പെട്രോളിനും ഡീസലിനും തമ്മിൽ 15 രൂപയെടുത്ത് വ്യത്യാസം ഉണ്ടായപ്പം കാറുകൾ തമ്മിൽ 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. എന്നാലും 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ട് ഡീസൽ കാർ എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അവൻ്റെ വണ്ടി 10 കൊല്ലമായിട്ട് ഇപ്പോൾ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേ കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പം ഇലക്ട്രിക് കാറിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. കാരണം ബേസിക് പെട്രോൾ മോഡലിൻ്റെ തന്നെ ഇലക്ട്രിക് കാർ വരുമ്പോഴത്തേന് 7 ലക്ഷം രൂപ അടുത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ 7 ലക്ഷം രൂപ നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വണ്ടി ചുമ്മാ വീട്ടിൽ ഇടാനാണോ, നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ടിന് അത് യൂസ്ഫുൾ ആണോ എന്നുള്ളത് എടുക്കുന്നവർ തന്നെ ചിന്തിക്കുക. ഒന്നാമത്തെ കാര്യം, ഇലക്ട്രിക് കാർ മേടിച്ചു 7 വർഷം വരെയാണ് ബാറ്ററിക്ക് വാറണ്ടി തരുന്നത്. അപ്പോൾ 7 വർഷം കഴിഞ്ഞിട്ട് ഈ ബാറ്ററി എന്ത് ചെയ്യുന്നു? ബാറ്ററി റീപ്ലേസ് ചെയ്യണം. ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാവും? നമ്മളിപ്പം അടുത്ത ന്യൂസിൽ കണ്ട ഒരു കാര്യമുണ്ട്. പുറത്തൊരിടത്ത് ഒരു വണ്ടി ഒരാൾ കൊണ്ട് കത്തിച്ച് കളഞ്ഞത്, ഒരു ബിഗ് ബ്രാൻഡിൻ്റെ വണ്ടിയായിരുന്നു. കൊണ്ട് കത്തിച്ച് കളഞ്ഞ് $22,000 ആൾക്ക് എസ്റ്റിമേറ്റ് കൊടുത്ത്. അപ്പോൾ ആ കാശ് മുടക്കണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒരു പ്രതിഷേധം പോലെ കത്തിച്ച് കളഞ്ഞു. എല്ലാവർക്കും കൊണ്ട് വണ്ടി കത്തിച്ച് കളയാൻ പറ്റുക. അപ്പം ഇപ്പോൾ ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുന്നവരിൽ ഒരു 7 വർഷം കഴിഞ്ഞ് അവരുടെ വണ്ടി എന്ത് ചെയ്യും? ബാറ്ററി എന്ത് ചെയ്യും? ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് എന്താവും? ഗ്ലോബൽ മാനുഫാക്ചേഴ്സ് എല്ലാം അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ബാറ്ററി തന്നെ എടുത്തിട്ട് ഒരു പവർ ബാക്കപ്പ് ആയിട്ട് നമ്മുടെ വീട്ടിലെ യൂസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലോട്ട് അത് വരുമോ എന്ന് അറിയത്തില്ല. വന്നാലും എത്ര പ്രാക്ടിക്കലായിട്ടായാലും ചെയ്യുമോ എന്നറിയത്തില്ല. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഒരു 14 ലക്ഷം രൂപ എടുത്തൊരു കാർ എടുത്തു. 5 വർഷം കഴിയുമ്പോഴത്തേനും എൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം. ഞാൻ ആ കാറിൻ്റെ ബാറ്ററി എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി എൻ്റെ വീട്ടിലെ ഇൻവേർട്ടറായിട്ട് വെച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുവാണ്, വണ്ടിയുടെ ബാറ്ററിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അതൊക്കെ എത്ര പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയത്തില്ല. അത് ഓക്കെ, നമ്മളിപ്പം അത് ആ ഒരു പ്ലാനൊന്നും വന്നില്ല, നമുക്ക് ചീപ്പറായിട്ട് കിട്ടി, ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വരുവാണ്. അപ്പം റീപ്ലേസ് ചെയ്യുന്ന ബാറ്ററി എന്തെങ്കിലും ചെയ്യണമല്ലോ. അത് എന്ത് ചെയ്യും? അതിൻ്റെ റീസൈക്കിൾ മെത്തേഡ് എന്താണ്? അപ്പോൾ അങ്ങനെ ഒരു റീസൈക്കിൾ ഓപ്ഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോൾ എക്കോ ഫ്രണ്ട്ലി ഗ്രീൻ മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനം ഈ ഒരു ബാറ്ററി കൊണ്ട് ഒരു ഡംപ് ചെയ്യുമ്പോഴത്തേനും ഒരു വേസ്റ്റാണത്. ഇലക്ട്രോണിക് വേസ്റ്റും നമ്മുടെ കാറിൻ്റെ സ്ക്രാപ്പും ഒക്കെ പോലത്തെ ഒരു വേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി മൂവ്മെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സാധനം നാളെ ഒരു ഡംപിങ് വേസ്റ്റ് ആയിട്ട് മാറുമോ എന്നുള്ളതാണ് എനിക്കറിയത്തില്ല. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.